പെണ്ണെ 24 മണിക്കൂർ നീ മൊബൈലിലോടി ഒരക്ഷരം പഠിക്കേ ഇല്ല. ആ മൊബൈൽ നീളോട് എടുത്തേ. അമ്മ നീ കുറച്ച് പാത്രം കിച്ചണിൽ കഴുകാട്ടുണ്ടാവും, പോയി കഴുകി. എടി നിന്നോടല്ലേ ഇപ്പൊ നിനക്ക് ചെവി ഇട്ടൂടെ? നീ ജോലിക്ക് പോണി പോടി മോളെ, അവളത് ചെയ്തോളും. അമ്മൊന്നും മിണ്ടാതിരിക്കട്ട. അമ്മയാണ് നിങ്ങളെ ഭക്ഷണമാക്കിയത്. ഞാനവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ ടേബിളും എടുത്ത് വെച്ചിട്ട് അമ്മ കറക്റ്റ് ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം. ആ പെണ്ണിനെ എടുത്ത് കൊടുത്തേരട്ടാ, ഞാൻ പോയിട്ട് വരാം. എന്റെ പൊന്നു, നീ ഇപ്പോഴും മൊബൈല് തന്നെയാണോ? ഇന്ന് മമ്മി ഓഫീസിൽ ഇരുന്നപ്പോ നിന്നെ മിസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ പറ്റി ഒരുപാട് കംപ്ലൈന്റ് ആണ് കിട്ടി, നീ ഒരു അക്ഷരം പോലും പഠിക്കുന്നില്ല എന്ന്. അതെങ്ങനെയാ? ഫുൾ ടൈം മൊബൈൽ കുത്തി കളിക്കലല്ലേ? ഇത്രയും പാടൊരു കൂസിലോട്ട് നോക്കിയേ, ഞാൻ മൊബൈൽ തന്നേ. പൊന്നു മുറിയിലുണ്ട്, മുറി കയറി വാങ്ങിച്ചു. ഇല്ല, അവളവിടെ തന്നെ കിടക്കാം. അമ്മ ചായ ഒന്നും കഴിഞ്ഞിട്ട് ഇതെന്താ ഡോർ അടച്ചിട്ടാണ് നീ? എടി പെണ്ണ തുറന്നടി. പൊന്നു, ആ ഡോറ് തുറന്നെടുക്കാണോ? എടി പെണ്ണെ, നീ ഇതൊക്കെ തുറന്നാണ്. എടി എവിടെ ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. എടി പെണ്ണെ എണീറ്റേ. പൊന്നൂസേ, എടി പെണ്ണെ എണീറ്റെന്ന്. മോളെ എണീറ്റ്. എടി നീ എന്ത് കാണിക്കണേ? എണീറ്റേ. എടി
ആ ജോലിച്ച ആളിപ്പോ ഉഷാറായില്ല. വീട്ടിൽ പോണ്ടേ നിനക്ക്? ഇവിടെ തന്നെ കിടന്നാ മതിയോ? ആളിപ്പോ ഓക്കെയാണ്. ഇന്നിപ്പോ ഡിസ്ചാർജ് ചെയ്യാം. ഡെയ്സി, നീ വിഷമിക്കണ്ട. ജോലിക്ക് കുഴപ്പമൊന്നുമില്ല. അവളെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ അവളെ ഇങ്ങനെ സംശയിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അവരുടെ പ്രായക്കാരായ മക്കളെ നമ്മൾ ചേർത്ത് നിൽക്കണം. അവൾ ഇപ്പോഴും എന്നോട് വിളിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. മോൾ എന്തിനാ ഇത് ചെയ്തത്? മോളോട് മമ്മിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മോളുടെ നല്ലതിന് വേണ്ടിയല്ലേ മമ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. മോള് മമ്മിയോട് ക്ഷമിക്കണം. മമ്മി ഇനി മോളെ ഒന്നും വഴക്കൊന്നും പറയില്ല കേട്ടോ.